നമ്മുടെ റൂമിൽ ഇരിക്കുന്നത് നമ്മൾ വർത്താനം പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതുള്ളതാണത്. സത്യം. വാർഫീൽഡിൽ അത് ഉപയോഗിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലോ. ഓരോ രാജ്യങ്ങളും അവരവരുടെ വാർഫീൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം ഡീപ് ഫേക്ക് ആയിട്ടൊരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാല് അത് ഫോറൻസിക് ചെയ്യാൻ പാടാന്നാണ് കേട്ടിട്ടുള്ളത്. ഹായ് ഗൈസ്, അഭിസുഖയുടെ പുതിയ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 13ാമത്തെ പോഡ്കാസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ AI. നമ്മുടെ ഈ ജനറേഷനിലെ AIനെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് AI സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണതിനെ പറ്റിയാണ് നമ്മുടെ ഇന്ന് വീഡിയോ. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും 3 സെക്ടറിൽ യൂസ് ചെയ്യണതാണ്. ഞങ്ങൾ ഡെയിലി ലൈഫിൽ ഞങ്ങൾ 3 പേരും ഡിഫറെന്റ് മെത്തേഡിലാണ് AI യൂസ് ചെയ്യണം. ഇപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതൊരു വേസ്റ്റ് ആവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല ഐഡിയാസ് ആണ്. അപ്പൊ ഈ AIനെ പറ്റി പറയുമ്പോൾ പലരും AIയുടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയുന്നുണ്ട്. പക്ഷെ AI എങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഇവര് യൂസ് ചെയ്യണ മെത്തേഡ് ഞാൻ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്റെ മെത്തേഡ് ഇവർക്കും അറിയില്ലുണ്ടാവില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും ഇന്ന് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് AI ഞങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യണമെന്നാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതല്ല, നിങ്ങൾ വേറെ മെത്തേഡിലും യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രീ ടു കമന്റ് ആണ്. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ജിതിന് എങ്ങനെയാണ് ജിതിന്റെ ഒരു ഡേ ലൈഫിൽ ഒരു AIയുടെ യൂസേജ്? കഴിഞ്ഞ ഒരു 2 അല്ലെങ്കിൽ 2.5 കൊല്ലമായിട്ടാണ് നമ്മൾ ഈ AI പറ്റി എല്ലാവരും കേട്ട് തുടങ്ങിയിട്ട് തന്നെ. അപ്പം ഈ AI എന്ന് പറഞ്ഞു കഴിയുമ്പം തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ ChatGPT, അതുപോലെ ഗൂഗിളിന്റെ പണ്ട് ബാഡായിരുന്നു, ഇപ്പൊ ജെമിനി ആയി. പിന്നെ AI ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയതല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ChatGPT കഴിഞ്ഞ് കുറച്ചുകൂടെ മികച്ച ഒരു AI, അതെല്ലാവർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു AI ഉണ്ട്. അപ്പം ഇതെല്ലാമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ എന്താ പറയാ, എല്ലാവരും നോക്കുമ്പോൾ നമ്മളൊരു ചാറ്റ് ചെയ്യുന്ന പോലെ, പണ്ട് നമ്മള് ഓക്കെ ഗൂഗിൾ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പൊ ChatGPT ഹൗ ആർ എന്ന് ചോദിക്കുമ്പോൾ I am fine എന്നൊക്കെ തിരിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ആദ്യമേയൊക്കെ നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആദ്യമേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഇത് മനസ്സിലായത്, ഇത് നമ്മുടെ പണ്ട് അയൺമാന്റെ സിനിമയ്ക്കകത്തെ ജാർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ടോണി സ്റ്റാർക്ക് ഹായ് ജാർവീസ് വാട്ട് ക്യാൻ ഐ ഡു എന്ന് പറഞ്ഞാൽ അന്നേരം ജാർവീസ് ഉത്തരം പറയും. സംഭവം ഒരു ജാർവീസ് ആണ്, എന്ത് പറഞ്ഞാലും നമുക്ക് തരും. എന്ത് ചോദിച്ചാലും ആൻസർ. ഈ ലോകത്തിലെ എന്തിനെ പറ്റി ചോദിച്ചാലും ആൻസർ പറയുന്ന ഒരു അയൺമാന്റെ ഒരു ജാർവീസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറച്ച് കാലം എടുത്തു ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മളിപ്പോ ഡെയിലി ഇപ്പൊ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ആ മെയിൽ അങ്ങോട്ട് കൊടുക്കുക, ഇതിന് നമുക്ക് എന്താണ് റിപ്ലൈ. ഇപ്പൊ നമ്മൾ ആ ഒരു പോസിറ്റീവ് റിപ്ലൈ നമ്മുടേതായ ഭാഷയിൽ കൊടുക്കുക. ഇപ്പം എനിക്ക് ഈ പണി ചെയ്യാൻ വേണ്ടി ഒരു 2 ദിവസം സമയം വേണം, അപ്പൊ ക്യാൻ യു മേക്ക് ഇറ്റ് മോർ പൊളൈറ്റ്ലി എന്ന് ചോദിക്കുക. അന്നേരം നമ്മുടെ ജാർവീസ് നമുക്ക് ഉത്തരം തരും. ഇമോഷൻസ് അപ്രോച്ച് ചെയ്യാൻ ആക്ച്വലി നമുക്ക് ഇംഗ്ലീഷ് വലിയ ധാരണയില്ല, പക്ഷെ നമുക്ക് ചെറിയ വേർഡ്സ് ഒക്കെ വെച്ച് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. നമ്മൾ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇത് നടക്കുന്നത് എത്ര മണിക്ക്? ഏറ്റവും മാക്സിമം 5 മിനിറ്റ് അതിനുള്ളൂ സമയം എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ ടൈപ്പ് ചെയ്യണം, പിന്നെ അതിന്റെ ഇംഗ്ലീഷ് തിരുത്തണം, പിന്നെ അതിന്റെ ഗ്രാമർ തിരുത്തണം. ഇനി ഇത് പൊളൈറ്റ് ആണോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ അവരിത് എങ്ങനെ തോന്നും, അവന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവനെന്തിനത്ര ദേഷ്യപ്പെട്ട് പറയുന്ന രീതിയിലാണോ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇത് 5 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. പിന്നെ ഇത് ഒരു വശം. ഇതല്ലാണ്ട് നമ്മൾ അറിയാണ്ട് നമ്മൾ ഒരുപാട് AI യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സാംസങ്ങിന്റെ S24 ഒക്കെ അതിനകത്ത് നമ്മൾ ഇപ്പൊ എന്തോരം AI ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ അതിനകത്ത് കൊളാബറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ക്യാമറ തൊട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ബ്രൈറ്റ്നസ് കൺട്രോളിങ്, അതുപോലെ ഫേസ് ഡിറ്റക്ഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇപ്പൊ സ്മൈൽ ചെയ്യുന്നോ അന്നേരം ഫോട്ടോ എടുക്കുന്നത്, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. പണ്ട് ഇതുപോലെ ഫിൽറ്റർ ആയിരുന്നു, ഫിൽറ്റർ ഒന്നും വേണ്ട, ഇപ്പൊ കൺട്രോൾ ചെയ്ത്. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഹൗ ടു ടേക്ക് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പൊ അത് ഞാൻ നല്ല രീതിയിൽ എന്റെ പ്രസന്റ് ചെയ്യും. അപ്പൊ ചിലവര് ചോദിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒന്ന് പറയാമെന്ന് ചോദിക്കും. അന്നേരമാണ് എന്നെ ശരിക്കും ഈ ChatGPT ഞെട്ടിച്ചത്. ഞാൻ കൊടുത്തപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അതിൽ തരാം. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ AI യൂസ് ചെയ്യണം. കാര്യം എനിക്ക് ഒരു 1.5 മണിക്കൂർ പ്രോസസ്സാണ് വെറും 2 മിനിറ്റും കൊണ്ട് എനിക്ക് തീർത്ത് തന്നെ. ജസ്റ്റ് ഞാൻ ChatGPT കൊണ്ട് ടൈപ്പ് ചെയ്യും ഹൗ ടു ടേക്ക് UK ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തരും. അതാണ് ശരിക്കും എന്റെ ഒരു ഡേ ലൈഫിൽ AI കൊണ്ടുള്ള ഒരു ഗുണം ഞാൻ കാണുന്നത്. എന്റെ ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നെവിൻ ബ്രോഡ് എങ്ങനെയാണ്? എന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ ജോബ് അപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്കറിയാലോ, ഈ കവർ ലെറ്റർ ഇവിടെ UK ഒരു ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക്
ഒരു CV മാത്രം പോരാ, എവറി ജോബിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കവർ ലെറ്റർ കൂടി അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യും, അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കോപ്പി ചെയ്തിട്ട് ക്രിയേറ്റ് എ കവർ ലെറ്റർ ഫോർ ദ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് പൊസിഷനും ഇന്ന കമ്പനിന്നും കൊടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ കീവേഡ്സ് എല്ലാം ഇൻക്ലൂഡ് ATS ഒക്കെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്ത് പോണ അടിപൊളി സംഭവം അത് ക്രിയേറ്റ് ചെയ്തു. അത് അതിനാണ് തുടക്കം. ഇപ്പൊ പുതിയ ChatGPT 4.0 റിലീസായി. 4.0 ഇപ്പൊ നമുക്ക് ഒരു ഫയൽ അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഇനി എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു വെതറിന്റെ ഒരു ഡാറ്റ ഒരു നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ അത് അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ വെതർ വരെ അത് പ്രിഡിക്ട് ചെയ്യും. ഇത് പ്രീവിയസ് വെതർ വെച്ചിട്ട് എങ്ങനെയാണെന്ന്. അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നാസ ഇപ്പൊ പുതിയൊരു AI കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു വെതറിനെ കറക്റ്റ് ആയിട്ട് അത് പറയുന്ന മനുഷ്യന്മാർ നോക്കണേക്കാളും ആക്യുറേറ്റ് ആയിട്ട് ഇപ്പൊ അത് AI പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്. നാസ റീസെന്റ് ഇപ്പം പണ്ട് സ്റ്റീം എഞ്ചിനായിരുന്നു സംഭവം കണ്ടുപിടിച്ചത് ആദ്യം. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടക്കമിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഇലക്ട്രിസിറ്റി ആയി. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്തിനും ഇലക്ട്രിസിറ്റിയാണ്. അന്ന് ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാനുവലായിട്ടും അല്ലാണ്ട് വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ വന്ന് ഇലക്ട്രിസിറ്റി ഒരു വലിയ തരംഗമായി മാറിയതോടെ ആണ് പിന്നീട് അടുത്ത റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറയും. ഇപ്പൊ അടുത്തത് AI ആണ്. ഈ ഇലക്ട്രിസിറ്റി പോലെ തന്നെ ഇപ്പൊ എല്ലായിടത്തും AI എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരാൻ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യണ മാതിരി ന്യൂറാലിങ്ക് ആക്റ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് മെഡിക്കലും ഹെൽത്ത് ഫീൽഡിലും ഒരു വലിയ മാറ്റം തന്നെ വരുത്താൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ന്യൂറാലിങ്ക്. അതേമാതിരി മെറ്റയുടെ ഇനി അഡ്വാൻസ്ഡ് വേർഷൻസ് വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞു. എന്താണ് ശരിക്കും AI കൊണ്ട് എന്താണ് മീൻ ചെയ്യണത്? സത്യം പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഡെഫിനിഷൻ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറയുകയാണ്. കാര്യം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്റലിജൻസിന്റെ മേളിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം വെച്ച് ചെയ്യണം, ആർട്ടിഫിഷ്യലി ചെയ്യണതിനാണ് ശരിക്കും. ഇപ്പൊ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, ഒരാൾക്ക് AI പഠിക്കാൻ വേണ്ടി, ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി നമുക്ക് എന്താ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ശരിക്കും? ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഇതുമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നോക്കാന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രീ വേർഷൻസ് ഒക്കെ ഒത്തിരി അവരുള്ളൂ. ChatGPT ഒക്കെ അതിന്റെ ഫ്രീ വേർഷൻ അല്ലെങ്കിൽ കോപ്പൈലറ്റ് എല്ലാ വെർഷനും ഫ്രീ ആണല്ലോ. ജെമിനി എല്ലാത്തിനും ഫ്രീ വേർഷൻസ് അവൈലബിൾ ഉണ്ട്. ജെമിനി ഒക്കെ ഫ്രീ വേർഷൻ മാത്രമല്ല, പ്രീമിയം വെർഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഫ്രീ വേർഷൻ എടുത്തിട്ട് ജസ്റ്റ് അതിനോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക, അതെന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഭയങ്കര ഡീപ്പറായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പ്രോംപ്റ്റ് എന്ന് പറയും. നമ്മളൊരു കാര്യം ചോദിക്കുന്നതിനെ പ്രോംപ്റ്റ് എന്ന് പറയും. അതിനുള്ള മറുപടി പറയും. അതായത് നമ്മൾ എത്ര നല്ല പ്രോംപ്റ്റ് കൊടുക്കുന്നോ അതനുസരിച്ചുള്ള നല്ല മറുപടി. നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് അറിയത്തില്ല പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പൊ അത് മറുപടി വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ആ സെയിം ഇപ്പൊ ChatGPT കേസ് എടുക്കാൻ ഒരു ഓരോ ക്രിയേഷനും ഓരോ ചാറ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ ആദ്യം ഇപ്പൊ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിന്റെ പ്രീമിയം വേർഷൻ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 4 പേര് സ്പേസ് സ്യൂട്ടിൽ ഇരുന്നിട്ട് കോഫി കുടിക്കണ, സ്പേസിലിരുന്ന് കോഫി കുടിക്കണ ഒരു പിക്ചർ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അത് ആദ്യം ഉണ്ടാക്കിയത് സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലുണ്ടാക്കിയത്. അപ്പൊ ഞാൻ അടിയിൽ പറഞ്ഞു സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലല്ല പുറത്തുള്ള ഒരു പിക്ചറാണ്. അപ്പൊ അതനുസരിച്ച് അപ്പൊ അടിയിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കി എടുക്കാന്നാണ്. മീൻസ് അങ്ങനെയാണ് അത് ഫിൽട്ടർ ചെയ്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നത്. ഫസ്റ്റ് തന്നെ പ്രോംപ്റ്റ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ അങ്ങനെ അറിയാത്തവരുടെ കാര്യം പറയണം. അത് ഇങ്ങനെ എക്സ്പെർട്ട് ആയി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ എന്തോരം യൂസ് ചെയ്യുന്നോ അതനുസരിച്ച് ഈ ലേണിംഗ് മോഡലും പഠിക്കും, നമ്മളും പഠിക്കും. നമ്മളെ കുറിച്ച് അത് പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ തെറ്റായിട്ട് പറഞ്ഞ് പഠിച്ചാലും നമ്മളെന്തോ ഉദ്ദേശിച്ചെന്ന് കുറച്ച് കഴിയുമ്പോ എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ആ യൂസർ, എനിക്ക് തോന്നുന്ന യൂസർ വൈസും അത് പേഴ്സണലൈസ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ഒരു എളുപ്പത്തിനാക്കി തരുന്നുണ്ട് കാര്യങ്ങൾ. കാരണം ഇപ്പൊ നിങ്ങളിപ്പം മെയില് അയക്കാനാണ് AI ഉപയോഗിക്കുന്നെങ്കിൽ, നിങ്ങൾ ChatGPT ഉപയോഗിക്കുന്നെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞാൽ മതി കാൻ യു ഗിവ് മീ റിപ്ലൈ ഫോർ ദിസ് മെയിൽ. പിന്നെ മുതൽ നമ്മൾ ആ മെയിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റിപ്ലൈ ആയിരിക്കും. അതിന് മനസ്സിലായി റിപ്ലൈക്ക് വേണ്ടിയാ വരുന്നത്, സംഭവം ഇതാ എന്നാ പിടിച്ചോ, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി തരും. അപ്പൊ ഇത് ഉപയോഗിക്കുകയാണ് പഠിക്കാനുള്ള വഴി. പണ്ടൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിന്റെ ഔട്ട്പുട്ട് ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്.
ഇപ്പൊ ഈ AI എന്ന് പറഞ്ഞാൽ സ്വയം ലേൺ ചെയ്യുകയും അതിനനുസരിച്ച് അത് വളരുകയും ചെയ്യുന്ന ഒരു ലാംഗ്വേജ് മോഡലാണ് AI സിസ്റ്റംസ് യൂസ് ചെയ്യണത്. അപ്പോ പണ്ട് ഒരു ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് എടുക്കുന്ന സോഫ്റ്റ്വെയറിനേക്കാൾ ഉപരി നമ്മൾ സെർച്ച് ചെയ്യണതും ഇതിൽ നിന്നൊക്കെ അത് അനലൈസ് ചെയ്ത് ഒരു മനുഷ്യന്റെ മാതിരി അത് മെമ്മറൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് അത് സ്വയം ഡെവലപ്പ് ആവുന്ന ഒരു സിസ്റ്റം മോഡലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എല്ലാ AI അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ചില AI ഇമിറ്റേഷൻ AI എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ഈ ഇടയ്ക്കൊരു വീഡിയോ ഉണ്ടാവും, മറ്റേ ഒരു റോബോട്ട്, ഒരു കുക്ക് പുള്ളിയുടെ രീതിയിൽ ഫോളോ ചെയ്യണം. എന്നിട്ട് ആ AI അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതും ഒരു ലേണിംഗ് പ്രോസസ് ആണ്, പക്ഷെ അത് ഇമിറ്റേഷൻ ലേണിംഗ്. പിന്നെയാണ് വേറെ ഈ സൂപ്പർവൈസിംഗ് ലേണിംഗ്. അതായത് ഒരു ഡാറ്റ നമ്മൾ നോക്കിയിട്ട് അതിന് ഇട്ട് കൊടുക്കുന്നു, അത് പഠിക്കും. പിന്നെ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും അത് ആൻസർ തരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ChatGPT ഒക്കെ അഡ്വാൻസ്ഡ് വേർഷൻ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ കിടപിടിക്കുന്ന ഒത്തിരി AIs ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതലും യൂട്ടിലൈസ്, കൂടുതലും ആൾക്കാർ ഇപ്പൊ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ChatGPT ആയിരിക്കാം. പക്ഷെ സ്റ്റാർട്ടിങ് ഒരു ഗ്രാഫ് ഞാൻ കണ്ടത്, ChatGPT കഴിഞ്ഞ് മേലെ നിൽക്കുന്നത് AI ക്ലൗഡ് എന്ന് പറഞ്ഞ അതാണ്. അതായത് ChatGPTക്കും ക്ലൗഡിനും കൊടുത്ത റെസ്പോൺസിൽ ക്ലൗഡാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ആൾക്കാരത് ഉപയോഗിക്കുന്നില്ല. ആൾക്കാർക്ക് ഞാൻ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ChatGPT. ഞാനും ChatGPT ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. ഞാൻ പ്രീമിയം വെർഷനും കൂടി എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ. പക്ഷെ എനിക്ക് തോന്നുന്നു കോപ്പൈലറ്റ് അതിന്റെ പ്രീമിയം വെർഷൻ അല്ലേ? അതെ, ആക്ച്വലി കോപ്പൈലറ്റ് ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് ChatGPT മൈക്രോസോഫ്റ്റ് ആക്ച്വലി അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിൽ ത്രൂ അവര് ChatGPT ആണ് ബാക്ക് എൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അറിയത്തില്ലാത്തുണ്ട്, ഇപ്പൊ ChatGPT നമ്മള് പേർഡ് വേർഷൻ എടുക്കുന്നതാണോ മൈക്രോസോഫ്റ്റിന്റെ കോപ്പൈലറ്റിൽ ChatGPT 4 വേർഷൻ ഉപയോഗിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അതില് ചില ഫീച്ചേഴ്സ്, ഇപ്പൊ അവര് പറയണ ഇമേജ് ജനറേഷൻ അങ്ങനത്തെ ചില ഇതില് ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കോപ്പൈലറ്റില് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അതിൽ ചിലപ്പോ ആ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ഇതിലെന്തെങ്കിലും ഉണ്ടാവും. കോപ്പൈലറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പണ്ട് കൊർട്ടാന കൊണ്ട് നമ്മുടെ വിൻഡോസ് മെഷീനില് ഒരു AI ഉണ്ടായിരുന്നല്ലോ, അതേമാതിരത്തെ ഒരു സംഭവമാണ് കോപ്പൈലറ്റ് പ്ലസ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് ഇപ്പോഴത്തെ ഇറങ്ങുന്ന സർഫസ് കമ്പ്യൂട്ടറിൽ അതിനുവേണ്ടി ഒരു പ്രൊസസർ വെച്ചിട്ടുണ്ട്. അവർ പറയുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡാറ്റ ക്ലൗഡിലേക്ക് പോവില്ല, സിസ്റ്റത്തിൽ തന്നെ അത് അനലൈസ് ചെയ്യും. സാംസങ്ങിന്റെ ഫോൺ. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോർ സെക്യൂർഡ് ആണ്. അവരതിന് പുതിയൊരു ഫീച്ചറാണ്, നമ്മള് മനുഷ്യന്മാർ ഇപ്പൊ ഒരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യലോ, അതേമാതിരി നീ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണതും റിവേഴ്സ് ചെയ്ത് വിഷ്വൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനത് കണ്ടായിരുന്നു. മറ്റേ അതായത് ഓരോ വിഷന്റെ സ്ക്രീൻഷോട്ട് അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇത് നമ്മൾ ചെയ്യണതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അതൊരു സെക്യൂരിറ്റി പിഴവല്ലേ. അപ്പൊ അതാണ് അവർ പറയുന്നത്, അത് ഇൻബിൽറ്റ് ആണ് അത് ചെയ്യണത്, അത് ക്ലൗഡിലേക്ക് പോകണില്ല, സെക്യൂർഡ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഇനി വരും കാലങ്ങളിൽ പലതും കാണേണ്ടിയിരിക്കുന്നു, ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ആദ്യത്തെ വേർഷൻ ഐൻസ്റ്റീന്റെ അത്ര IQ ഇല്ലായിരുന്നു തോന്നുന്നു, ആദ്യത്തെ ChatGPT വേർഷന്. പിന്നീട് ഞാൻ നെറ്റിലൊന്ന് നോക്കിയപ്പം അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1600 IQ എത്തിക്കാം. 160 IQ ആണ് ഐൻസ്റ്റീന്റെ IQ എന്ന് പറയപ്പെടുന്നത്. 160, 166 അങ്ങനെ സംതിങ്. അത് 1600 IQ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അപ്പം ഐൻസ്റ്റീൻ പുള്ളി എന്തൊക്കെ സാധനങ്ങൾ കണ്ടുപിടിച്ച് 1600 IQ ഉള്ള ഒരു ജാർവിസ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഉണ്ടാകുക. ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ AI എന്ന് പറയുന്ന സംഭവം ഇപ്പം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും ഇപ്പൊ ഫോൺ തുടങ്ങി എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങി. അപ്പം ഈ AI വന്നതോടെ നമ്മുടെ ഈ ജോലി എത്രത്തോളം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ പലർക്കും ഈ AI വരുമ്പോ ഒത്തിരി ജോബ് നഷ്ടപ്പെടുന്നു. എല്ലാം റെക്കോർഡിക്കലി ഒരു മാനുവലി ആവശ്യമില്ല എന്നുള്ള, അതായത് ഒരു ലേബേഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പല മെത്തേഡിലും. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലേബർ എപ്പോഴും ആവശ്യമുള്ളവിടെ തന്നെ എന്തായാലും വേണ്ടി വരും. പക്ഷെ അവിടെ മറ്റേ 3D പ്രിന്റിംഗും ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡില് ഒരു മനുഷ്യ അത്രയ്ക്കും ഇൻവെൻഷൻ വരണമെങ്കിൽ അത് ഇനിയും 100 years കഴിഞ്ഞിട്ട് വരും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 43 ദിവസം കൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് 3D പ്രിന്റ് ചെയ്ത്, അത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് 3D പ്രിന്റ് ചെയ്ത് ബാംഗ്ലൂര് ഉണ്ട് ഓൾറെഡി. അതായത് അത്രയും അടുത്തെത്തിയായി. നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇതെവിടെ അങ്ങ് അമേരിക്കയിൽ എന്തോ നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി കുറെ കാലം എടുക്കുമെന്നുള്ളത്. പക്ഷെ
തൊട്ടടുത്തെത്തിയത്. അത് മിഷന്റെ ഇൻവെൻഷൻ ആണ് അതില്ലേ ആക്ച്വലി. ആർട്ടിഫിഷ്യൽ പ്ലസ് മിഷൻ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫിസിക്കൽ ജോബിലും എഫക്ഷൻ. അല്ലാത്ത പക്ഷെ ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ജോബുകൾക്കായിരിക്കും ഫസ്റ്റ് ഒരു എനിക്ക് തോന്നണം ഇപ്പൊ വെർച്വൽ അസിസ്റ്റൻസ് അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഇപ്പൊ സെക്രട്ടറീസ് ടെക്കുകള് അങ്ങനത്തെ ഒക്കെ ചിലപ്പോ ഇനി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ടെക്കില് തന്നെ നോ കോഡ് പ്രൊജക്ടുകൾ എന്തോരം ഇറങ്ങണേ. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഒരു ഡെവലപ്പറിന്റെ ആവശ്യം ഇല്ലാണ്ട് AI വെച്ചിട്ട് കോഡ് ജനറേറ്റ് ചെയ്ത് ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഇപ്പൊ ഇറക്കുന്നുണ്ട്. പിന്നെ പണ്ട് ഒബാമയുടെ ഒക്കെ ഒരു സമയത്ത് ബാംഗ്ലൂർ ഫോബിയ എന്ന് പറഞ്ഞ അമേരിക്കയിൽ ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിലെ പല ജോബ്സും ബാംഗ്ലൂർ ചെയ്യുന്നു, അവര് ചെയ്യുന്നു. പക്ഷെ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ ബാംഗ്ലൂർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? BPO ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ റെപ്രസെന്റേറ്റീവ്, കസ്റ്റമർ സർവീസ്, അങ്ങനത്തെ ജോലികളാണ് മെയിനായിട്ടും ബാംഗ്ലൂരൊക്കെ ചെയ്യുന്നത്. കാരണം ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ ഒരു കസ്റ്റമർ റെപ്രസെന്റേറ്റീവ് ആയി നിങ്ങൾ ചെയ്യുന്ന ഉത്തരത്തിന് ഓൾറെഡി കിട്ടുന്നുണ്ട്. ചാറ്റ് ബോട്ട്, അതുമാതിരി തന്നെ വോയിസ് റെസ്പോൺസ് കൊടുക്കണം, ഒത്തിരി നമ്മൾ കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് 1 വർഷം മുമ്പ് ഞാൻ ഇതേമാതിരി സംഭവം കണ്ടത്. ഈ ഒരു US-ലൊരു ISP പ്രൊവൈഡറിനെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് AI എനിക്ക് മനസ്സിലായില്ല. ഞാൻ സംസാരിക്കുന്നുണ്ട്, ഇതിനനുസരിച്ച് ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്തിനാ മോഡം, നിങ്ങൾ ആ മോഡത്തിന്റെ സ്വിച്ച് ഇംഗ്ലീഷിലാണ് പറയുന്നത്, മോഡത്തിന്റെ റീസെറ്റ് ലാസ്റ്റ് ഒരു കോള് കട്ട് ചെയ്യുന്ന മുമ്പ് ഇത് സോൾവ് ആയില്ല. അപ്പൊ നിങ്ങൾക്കൊരു റെപ്രസെന്റേറ്റീവ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്പറിൽ പറയാൻ പറയും, യെസ് ഓർ നോ പറയാൻ പറയും. അപ്പോഴും മനസ്സിലായി ഇത് റെപ്രസെന്റേറ്റീവ് അത്രയും ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ പറയാനനുസരിച്ച് അത് മാറ്റി കാര്യങ്ങള് തരും. അത് പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയതില് ആൾക്കാരുടെ ഫീലിങ്സ് അനുസരിച്ച്, അതായത് ഇപ്പൊ ഒരു അൺസാറ്റിസ്ഫൈഡ്, നമ്മൾ ദേഷ്യപ്പെട്ട ഒരു കസ്റ്റമറാണ് വിളിക്കുന്നത്, അതനുസരിച്ച് ആ ഫീലിങ്സ് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളെ മയപ്പെടുത്തിയ രീതിയിൽ, അതായത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ഒരു കസ്റ്റമർ റെപ്രസെന്റേറ്റീവ് എങ്ങനെയാണോ വയ്ക്കുന്നത് ആ രീതിയിൽ. അപ്പം അന്ന് ബാംഗ്ലൂർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളും ഇപ്പൊ ഒബ്സലറ്റ് ആയിട്ടുണ്ട്. അന്ന് ഇത് അമേരിക്കയിൽ നടക്കുന്നതാണെങ്കിലും ലോകത്ത് മൊത്തം ഇതിന്റെ ചലനങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ജോലികൾ പോകും. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ജോലി പോവണതിന്റെ ഒപ്പം നമ്മള് AI-യിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാനാണ് ഇനി വരും കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. പണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ വന്നപ്പോ നമുക്ക് നമ്മുടെ എല്ലാം ജോലി വന്നു. പക്ഷെ നമ്മുടെ ആളുകൾ യൂസ് ചെയ്യാൻ പഠിച്ചപ്പോ ഒത്തിരി ജോബ് ഓപ്പണിംഗ് ഒന്നും AI-യുടെ ഒപ്പം എങ്ങനെ ഇനി വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പേടിയാണ്. പണ്ട് കാളവണ്ടി മാറി പോകാനും വന്നപ്പോ കാളവണ്ടിക്കാരന്റെ ജോലി പോയി അവൻ ഡ്രൈവറായി, അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ച് അവൻ സ്കില്ല. അതുപോലെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് മാറും. പിന്നെ ഇതില് വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു 1 മണിക്കൂർ എടുത്ത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഇമെയില് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പണി തീർത്തെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ, അത്രയും പെട്ടെന്ന് നമുക്ക് വേറെ പണി ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയോടുകൂടെയോ ചെയ്യോ, അങ്ങനെ എന്ത് വേണേലും ഒക്കെ ചെയ്യാലോ. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് അതിനകത്തുണ്ടല്ലോ. ആ ഓപ്ഷൻസ് നമ്മൾ നോക്കണമല്ലോ. പിന്നെ ഈ മറ്റേ വണ്ടിയുടെ ഇൻവെൻഷൻ കാര്യം പറഞ്ഞപ്പോഴാണ് ടെസ്ലയുടെ കാര്യം. ടെസ്ല ഓട്ടോ പൈലറ്റ് അതൊക്കെ എനിക്ക് തോന്നുന്നു 2 വർഷം 3 വർഷം മുമ്പൊക്കെ ഇറങ്ങിയിട്ടുള്ളതല്ല അത്. ഇതില് ഓട്ടോ പൈലറ്റ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നു, പക്ഷെ ഡ്രൈവർ ഇല്ലാണ്ട് ഓടുന്നത് ആദ്യമായിട്ട് ഓടുന്നത് ഗൂഗിളിന്റെ ഒരു വണ്ടി മുമ്പ് ഇതമ്മരി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുകളിലൊരു സാധനങ്ങൾ ഇങ്ങനെ കറങ്ങിയിട്ട് ഞാൻ അതിന്റെ പണ്ട് കണ്ടൊരു വിഷ്വൽ ഓർക്കുന്നുണ്ട്. ഗൂഗിൾ ആദ്യം കൊണ്ടുവന്നത് അതിപ്പോ ആൾക്കാർ പറയും ഗൂഗിൾ മാപ്പിന് ചെയ്യാൻ വേണ്ടി. കാരണം ഈ ഇടയ്ക്കാണല്ലോ നമ്മുടെ നാട്ടിൽ മറ്റേ ഗൂഗിൾ മാപ്പിന്റെ വണ്ടി. അതല്ലാതെ ഡ്രൈവർ ഇല്ലാണ്ട് ഒരു വണ്ടി അവര് ഇൻവെന്റ് ചെയ്തു. ആപ്പിൾ അങ്ങനെ ഒരു കാർ ഇറക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഇതെല്ലാം ഇപ്പൊ കൂട്ടിക്കെട്ടി സെറ്റാക്കി ഭയങ്കര പ്രൊജക്ട് ആയിരുന്നു ആപ്പിള്. പക്ഷെ യൂസിൽ ഇപ്പോ ടാക്സി ഒക്കെ ആളില്ലാണ്ട് ഓടുന്നുണ്ട്. എടുക്കാമോ ഓട്ടോമാറ്റിക് പിക്കിങ് പിക്കപ്പ് റീലിനകത്താണല്ലോ തന്നെ സ്റ്റിയറിംഗ് ശരിക്കും അത്ഭുതമാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ഒത്തിരി അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യാം. ടെസ്ല പറയുന്നത് ഇനി മുതൽ വണ്ടിക്ക് സ്റ്റിയറിംഗ് വേണ്ടാന്ന് സംഭവം ഓടുമല്ലോ. ഇപ്പൊ എന്റെ പപ്പയോട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ജനറേഷനുള്ള ആൾക്കാരോട് ഇപ്പം 5000 ഗുണിക്കണം 10000 എത്രയാന്നോ, അല്ലെങ്കിൽ ഒരു വലിയ നമ്പറിനെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ മനക്കണക്കിൽ ഇങ്ങനെ പറയും.
അതേ കണക്ക് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അന്ന് കാൽക്കുലേറ്റർ ഇല്ലായിരുന്നു, അന്ന് കൈ കാൽക്കുലേറ്റർ, ഇന്ന് കൈ കാൽക്കുലേറ്റർ, നമ്മൾ അതനുസരിച്ച് അഡാപ്റ്റ് ആയി. അതുപോലെ തന്നെ ഇതെല്ലാം ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ടെക്നോളജി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ മെമ്മറി പവർ അവിടെ കുറവല്ലേ. പക്ഷെ അവിടെയും ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പറയാൻ പറ്റില്ല ഭാവിയിൽ ഇതിനൊക്കെ എന്തൊക്കെ സംഭവിക്കുക, എന്തൊക്കെ മാറ്റം വരെ. ഒരു സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാണ്ടാവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജി പരമായ ഒരു ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടാൻ പോണ ഈ ഫ്യൂച്ചറിൽ എനർജി ഒരു പ്രോബ്ലം ആണ്. എനർജി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. പവറാണ് ഇതിന്റെ മെയിൻ കേസ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജനറേഷനിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. ഇതില്ലാണ്ട് ഡിപെൻഡൻസി വരും. ഞാനത് പറയണതെന്ന് പറഞ്ഞാൽ ഇത് നടക്കാൻ പോകുന്നതല്ല, പക്ഷെ ഒരു പോസിബിലിറ്റി പറഞ്ഞ ആളുകൾ അതനുസരിച്ച് എന്നെയുള്ള അഡാപ്റ്റ് ചെയ്യും. അതല്ലാതെ ഇപ്പം നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ജനിക്കുന്ന കുട്ടികള് ഒരു അസെൻഷ്യൽ ആണല്ലോ ഫോൺ. നമ്മളാണെങ്കിൽ ഇതിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. നമ്മള് മറ്റേ ലാൻഡ് ഫോൺ മുതൽ മൊബൈൽ ഫോൺ കണ്ടു വളർന്ന അങ്ങനെ മൈഗ്രേറ്റ് വന്നത്. ഇനി ഇല്ല, ഇനി സാധനം ഉണ്ടോന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഇനി അവര് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഒരു 40-45 വയസ്സ്. ഇപ്പൊ 40-45 വയസ്സിൽ വർക്കിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ആയിരിക്കും ഇനി സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഈ ടെക്നോളജി. അവരിപ്പോഴേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അതിന്റെ ഈ AI പോലുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുന്നത്. അപ്പം അവർക്കായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഇതിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഈ AI പറ്റി ഇത്രയും നേരം സംസാരിച്ചപ്പോ ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ പല ഡേറ്റാസും, നമ്മുടെ എല്ലാ ഡേറ്റാസും ഇപ്പൊ സത്യം പറഞ്ഞപ്പോ നമ്മുടെ റൂമിൽ, ഇപ്പൊ എന്റെ റൂമിലേക്കാണെങ്കിലും ഹേ സിറി എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ആളുണ്ട്, ഇല്ലേ അലക്സ എന്ന് പറയുമ്പോ. അപ്പം ഇതെല്ലാം നമ്മുടെ റൂമിൽ ഇരിക്കുന്ന നമ്മൾ വർത്താനം പറയുന്ന ഡേറ്റ അവർ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതുള്ളതാണത്. അത് സത്യം. എന്നാ നീ ഹേ സിറിന്നോ അല്ലെങ്കിൽ ഹേ അലക്സാന്നോ വിളിക്കുമ്പോ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് മൈക്രോഫോൺ തുറന്നിരിക്കുന്നെന്ന് അർത്ഥം. അപ്പൊ അത് മൈക്രോഫോൺ തുറന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാരണമാണ് അത് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നണ നമ്മൾ ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്യുമ്പോ ഫോണില് ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടിട്ട് വോയിസ് കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് വീഡിയോ മൈക്രോഫോൺ ആ സാധനം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയണത് അത് ഓൺലി അഡ്വർടൈസ്മെന്റ് എന്ന് പറയണേ. അല്ല, അവര് പറയുന്നത് നമ്മളത് യൂസ് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഇത്ര സെക്കൻഡ് മാത്രമേ നമ്മളത് നോക്കുന്നുള്ളൂ. ഇപ്പൊ നീ ഇപ്പൊ ജി ഷോക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ചിനോ എന്തെങ്കിലും കുറിച്ച് പറഞ്ഞ ഇത്ര നീ ഗൂഗിൾ എടുത്ത് നോക്കുമ്പോ എന്താ കാണുന്നത്? അതെന്തുകൊണ്ടാ? അത് നമ്മളെ കുറിച്ച് കേൾക്കണോണ്ടാ. ഈവൻ നീ സെർച്ച് ചെയ്യണ്ട, നീ രണ്ടാളായിട്ട് സംസാരിച്ചാ മതി. പിന്നെ ഇപ്പൊ എനിക്കാണ് ഇൻസ്റ്റാഗ്രാമില് ഇതുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ തന്നെ നിനക്കും കൂടി കാണിച്ചു തരും. റീല് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു സംഭവം. ഞാൻ അവനെ ഫോളോ ചെയ്തിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ റീല് നമുക്ക് കാണിച്ചു തരും. അവൻ കണ്ടേനെ, അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറയാനില്ലേ. ഇതൊക്കെ നമ്മുടെ ആ കമ്മ്യൂണിറ്റീനെ ഈ ഫീച്ചർ വെച്ചിട്ട് പ്രൈവസി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പൊ നമുക്ക് എഴുതി കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല. പ്രൈവസി എന്നൊരു സംഭവം ഇപ്പൊ നിലവിൽ ഒരു കോർട്ടിലെ മറ്റേ ഒരു ജഡ്ജിയുടെ സിയോട് ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കില് മാർക്സ്. ഞാൻ ഈ ഫോൺ എടുത്താണ് മാറ്റി വെച്ചാ ഇപ്പൊ ഈ ഫോൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ് ഓൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പുള്ളി. അപ്പൊ അത്രയ്ക്കുള്ള സംഭവം. അതാണ് ഈ ലോക്ക്ഡൌൺ വന്നിട്ടാണല്ലോ നമ്മളെല്ലാ ആൾക്കാരും സ്റ്റുഡൻസ് എല്ലാം കൂടെ ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഒരു ഉദാഹരണത്തിന് ഒരു ഗവൺമെന്റ് ഒരു റൂൾ ഇടുകയാണ്, ഇനി മുതൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് ഒരു റൂൾ ഇടുകയാണ്. അന്നേരം ഒരു പ്രതിഷേധം. സ്കൂൾ എന്ന് പറഞ്ഞത് എല്ലാം ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് പിള്ളേർക്ക് ഫ്രണ്ട്സിനെ വേണം, പിള്ളേർക്ക് അടിച്ചു വളരണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അന്നേരം പ്രതിഷേധം ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പം കേരളത്തിലെ മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വരെ അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളൊരു ഇത്. അത് എന്താണെങ്കിലും നടക്കൂല. പണ്ട് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴും ഇതിനെ എതിർത്ത ആളുകളുണ്ട്. അതിനെ എതിർത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്റെ ജോലി നഷ്ടപ്പെടും. അതായത് കമ്പ്യൂട്ടർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററിന്റെ ജോലി നഷ്ടപ്പെടും. അവർക്ക് വേണ്ടിയാണ് ഇവർ സംസാരിച്ചതെങ്കിലും ഈ കമ്പ്യൂട്ടർ വന്നു കഴിയുമ്പോൾ അത് വന്നു. അതുപോലെ തന്നെ AI വരും. നിങ്ങൾ ഇനി എത്ര കാണിച്ചാലും എങ്ങനെ എതിർത്താലും എല്ലാ വർക്ക് പ്ലേസിലും വരും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് മാറുക എന്നല്ലാതെ അതിന് വേറെ വഴികളില്ല. പിന്നെ
കുറച്ച് പേരുടെ ജോലി എന്ത് സംഭവിച്ചാൽ നഷ്ടപ്പെടും. എങ്ങനെയാണെങ്കിലും അവർക്ക്, കാരണം റീപ്ലേസ്മെന്റ് ഈ AI കൊണ്ട് പല കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ചെയ്യും. എന്താണെങ്കിലും AI കാരണം ഒരുപാട് പേരുടെ ജോലികൾ നഷ്ടപ്പെടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇത് എന്താണ് റീപ്ലേസ് ചെയ്യണമല്ലോ. ഉദാഹരണത്തിന് പണ്ടായിരുന്നെങ്കിലും ഒരു വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പെയിന്റ് അടിക്കാൻ വേണ്ടി ഒരാൾ വേണമായിരുന്നു, ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആൾ വേണമായിരുന്നു. മെഷീനല്ലേ ചെയ്യുന്നത്. ഒന്നും വേണ്ടല്ലേ. ഞങ്ങളിവിടെ വന്നപ്പോ ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരുന്ന ക്ലിപ്പർ എന്ന് പറഞ്ഞ വെയർ ഹൗസിലാണ്. അത് ഓട്ടോമേഷൻ ആയി കഴിഞ്ഞപ്പോ എത്ര പേരുടെ പണി പോയി. ഞങ്ങളുടെ ആമസോണിന്റെ ഫുൾ ഓട്ടോമേറ്റഡ് ഒരു വെയർ ഹൗസ് ഉണ്ട്. ഫുൾ റോബോട്ടിക്സ് ആ വർക്ക് ചെയ്യണത്. എടുക്കലും പിക്ക് ചെയ്യലും കൊണ്ടുവരലും എല്ലാം. അപ്പൊ ആ ജോലി എന്താ നഷ്ടം. പക്ഷെ ഈ ജോലി വേറെ ജോലി കണ്ടുപിടിച്ചു. അവരനുസരിച്ച് സ്കില്ല് വളർന്നു. അതിന്റേതായ ഇതില് ഓപ്പണിംഗ് ഉണ്ടാവും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ വരുന്ന അഡാപ്റ്റ് ചെയ്യാ, പഠിക്കുക ഇതിനെ കുറിച്ച്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ വർക്കിൽ ഒത്തിരി റിലാക്സേഷൻ വന്നിട്ടുണ്ട്. നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് എത്ര ടൈം എടുത്ത് ക്ലോസ് ചെയ്യണമെന്ന്, ഞാനിപ്പോ IT വരയ്ക്കണ ടിക്കറ്റ് ടൈപ്പ് ചെയ്യണം, അതിന് റെസ്പോണ്ട് കൊടുക്കണം, അതൊക്കെ പടപടേന്ന് ചെയ്യുമ്പോ എന്താ വെച്ചാൽ നമുക്കിത് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആലോചിച്ച് ഇത് കറക്റ്റ് ആവണോ, ആ ഗ്രാമർ കറക്റ്റ് ആണോ. പണ്ട് നമ്മൾ മറ്റേ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ടോപ്പിക് കൊടുത്താൽ അതിന് ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റ് ആക്കി തരില്ലേ. പിന്നെ ഇതില് വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. ചൈന മറ്റേ AI ഉപയോഗിച്ചുള്ള പട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. AK-47 മുകളിൽ വെച്ചിട്ട് അത് മിലിറ്ററി ഫീൽഡിലും ഇത് നടക്കുന്നുണ്ട്. നമ്മളെ പുറത്തേക്ക് വരാത്ത അക്കോർഡിംഗ് ടു മറ്റേ AI ഇതിന്റെ എല്ലാം പ്രൊപ്പോസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾ വാർഫീൽഡിൽ അത് ഉപയോഗിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലോ. ഓരോ രാജ്യങ്ങളും അവരവരുടെ വാർഫീൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ ടെക്നോളജി തന്നെ വളർത്തിയെടുത്ത് അവർ പണ്ട് ഇങ്ങനെ. പിന്നെ എപ്പോഴും നമ്മളെല്ലാം പറയുന്നുണ്ട് AI എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങ് അമേരിക്കയിലുണ്ടായ ഇന്ത്യയിലുള്ള സാധനമാണ്. അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് AI ഉണ്ട്. ഇപ്പം ChatGPT പോലെ തന്നെ ഓലയുടെ CA ബബീഷ് അഗർവാളിന്റെ ഒരു AI ഉണ്ട്, കൃത്രിം എന്ന് പറഞ്ഞ്. അത് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അമേരിക്കയിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അത് തന്നെയല്ലേ ChatGPT നമ്മൾ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ അത് ഉത്തരം തരും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ പറയുന്ന ആ ഒരു മറുപടി അല്ല വരാം. പക്ഷെ ഇതില് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ലാംഗ്വേജിൽ അവർ മറുപടി തരും. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല AI പഠിക്കാൻ. കൃത്രിമ AI വളരെ അതും ഫ്രീ ടു യൂസ് ആണ്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പറയാം. ഈ ChatGPT പോലെ തന്നെ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ആക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് ആക്കാം. മറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ പറ്റി അറിയാൻ വേണ്ടി ചോദിക്കാം. അതുപോലെ തന്നെ ആ നിങ്ങളുടേതായ ഭാഷയിൽ നമ്മുടെ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജിൽ നമുക്കത് തരും. പിന്നെ മറ്റൊരു ഇന്ത്യയിലുള്ള AI ആണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ ഭാരത് GPT. അത് എനിക്ക് തോന്നുന്നത് ഈ മെഡിക്കൽ ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഡീപ് ഫേക്ക് വീഡിയോസ് പോലുള്ള അതൊക്കെയാണ് അതിന്റെ നെഗറ്റീവ് പാർട്സിന് വരാൻ പോണത്. നമുക്ക് ഇനി എന്തൊക്കെ കാണുന്നത് ദൈവത്തിനറിയാം. എനിക്ക് തോന്നുന്നത് ഇപ്പം ഡീപ് ഫേക്ക് ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാല് അത് ഫോറൻസിക് ചെയ്യാൻ പാടാന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ അല്ലേ? അല്ല ഇനിയിപ്പോ വരാൻ പോണത് സൊറാന്ന് പറഞ്ഞിട്ടൊരു സാധനം വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി SOR ഇറങ്ങി. പക്ഷെ അതിന്റെ ടെസ്റ്റ് പലരും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഇനിയൊന്നും നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരതിന്റെ ഉള്ളില് ലിമിറ്റേഷൻ വെക്കുന്നുണ്ടാവും. ചിലപ്പോ അഡൽട്ട് കണ്ടന്റ് ക്രിയേഷനും ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ വെക്കുന്നുണ്ടാവായിരിക്കാം. പക്ഷെ അതില് അവര് ജനറേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇനി എങ്ങട്ടാ ഇനി വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇനി അടുത്ത ജോലിയിൽ എഫക്ട് ചെയ്യാൻ പോണത് ഈ സംഭവം. പണ്ട് ഹോളിവുഡില് ഈയിടയ്ക്ക് ഹോളിവുഡിൽ ആനിമേഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇനി പല കാര്യങ്ങളും ചിലപ്പോ ഈ കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്നിട്ട് ഒരു ആനിമേഷൻ മൂവി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത്. ഇപ്പൊ നമ്മൾ എയുടെ പ്ലസും മൈനസും എല്ലാം പറഞ്ഞപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എയുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റണതാണ് ഈ റേബാൻ മെറ്റ ഗ്ലാസ്. അതായത് ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഈ മൈക്ക് ഇപ്പൊ കാണുമ്പോൾ നമ്മൾ നോക്കണ കാര്യം എന്താ, മൈക്കാണ് ഏത് കമ്പനി. ഇപ്പൊ ഒരു ചെറിയ കൊച്ചാണെങ്കിലും ഒരു മൈക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു ഗ്ലാസ് വെച്ചാലും ഇപ്പൊ റേബാന്റെ ആ ഗ്ലാസ് വെക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു
ആ ഒരു എന്താ പറയണ ആ റേബാൻ മെറ്റാ ഗ്ലാസിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അതായത് ഞാൻ ശരിക്കും ആ ഗ്ലാസ്സിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ എന്തൊക്കെ വിഷ്വൽ ആണോ നമ്മുടെ മുമ്പിലുള്ളത് അത് ഫുള്ള് ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് ശരിക്കും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു ഫീച്ചേഴ്സ് ആണ്. ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അതെ, പണ്ട് ഇപ്പൊ ബ്ലൈൻഡ് ആയ കൂട്ടത്തില് ഒരു ഫ്രണ്ടോ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ഗ്ലാസ് അത് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊരു വലിയ ഹെൽപ്പാണ്. നമുക്കറിയാം ഡീഫേക്ക് വീഡിയോസ് കണ്ടമാനം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡും സത്യം പറഞ്ഞപ്പോ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സത്യം പറഞ്ഞപ്പോ എ എന്ന് പറയണ ഇപ്പൊ പല മൂവീസിൽ എ എന്ന് പറയണത് ആളുകളെ കൊല്ലാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്ത് നമ്മളെ അറിവ് വെച്ച് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ ഇത്രയും ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മൾക്ക് എത്രത്തോളം എ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. അപ്പം ഇതൊന്നും ആരെയും തകർക്കാനോ ഒന്നുമല്ല, പക്ഷെ നമ്മളത് പഠിച്ചെടുക്കുക. പിന്നെ ഇപ്പൊ ഈ ഡീഫേക്ക് വീഡിയോസിന്റെ ഒത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് ഇനിയിപ്പോ ഫ്യൂച്ചറിലാണെങ്കിലും അതിന്റെ ഒത്തിരി ലോസും കാര്യങ്ങളും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ ഡീഫേക്ക് വീഡിയോസിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഫ്യൂച്ചറിൽ അതെല്ലാം റെഡി ആയി തന്നെയായിരിക്കും. അപ്പം ഈ എ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി തന്നെയാണ്, നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു പോഡ്കാസ്റ്റ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുപോലെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും എനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ എനെ പറ്റി പറയാനുള്ള. എനിവേ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിവേ സ്റ്റേ ട്യൂൺ ടു അബി സുഗെ പോഡ്കാസ്റ്റ്. സേ ബൈ.